മുംബൈയിൽ 4 കുടുംബം ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ കൂടുതൽ കണ്ടെത്തലുമായി പോലീസ്. ശരീരത്തിൽ വിഷാംശം കണ്ടെത്തി. നേരത്തെ തണ്ണിമത്തലിൽ നിന്നുള്ള ഭക്ഷ്യവിഷബാധയാണ് മരണകാരണമെന്നാണ് കണ്ടെത്തിയിരുന്നത്. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. പറയൂ ശ്രീനാഥ്. എസ് കെ, ഒരു 4 കുടുംബം അത് ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നീട് അവശനിലയിലാവുന്നു, ആശുപത്രിയിലേക്ക് പോകുന്നു. ഭക്ഷ്യവിഷബാധ എന്നത് പ്രാഥമികമായ ഒരു നിഗമനമായിരുന്നു. പക്ഷെ പിന്നീട് ഫോറൻസിക് പരിശോധന അടക്കം ഈ ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധന അടക്കം നടത്തിയപ്പോഴാണ് ഇപ്പോൾ തണ്ണിമത്തനല്ല, അതിനപ്പുറത്തേക്ക് ഒരു വിഷം ഇവരുടെ ശരീരത്തിലേക്ക് ചെന്നിട്ടുണ്ട് എന്നുള്ള വിവരം ലഭിക്കുന്നത്. ആന്തരിക അവയവങ്ങൾ പലതും പച്ച നിറത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ മരിച്ച അബ്ദുൽ ദൊക്കാഡിയ 40 വയസ്സുകാരൻ, അതായത് ഈ കുടുംബത്തിന്റെ ഗൃഹനാഥൻ, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മോർഫിന്റെ സാന്നിധ്യം, അതായത് വേദന സംഹാരിയെ ഉപയോഗിക്കുന്ന വസ്തുവിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു ഭക്ഷ്യവിഷബാധയല്ല, അതിനപ്പുറത്തേക്ക് ഒരു വിഷം ഉള്ളിൽ ചെന്നുള്ള മരണം എന്നുള്ള രീതിയിലേക്കാണ് അന്വേഷണം ഈ ഘട്ടത്തിൽ പോകുന്നത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് അബ്ദുൽ ദൊക്കാഡിയ, ഭാര്യ നസ്രീൻ, മക്കളായ ഐഷ 16 വയസ്സ്, സൈനബ 13 വയസ്സ് എന്നിവരെ വീട്ടിൽ അവശനിലയിൽ കണ്ടെത്തുകയും പിന്നീട് ആശുപത്രിയിൽ എത്തുമ്പോൾ അവർ മരിക്കുകയും ചെയ്തത്. തലേദിവസം രാത്രി അവർ വീട്ടിലേക്ക് ബന്ധുക്കളെ വിളിച്ചു വരുത്തിയിരുന്നു. അവിടെ എല്ലാവരും ചേർന്ന് ഭക്ഷണം കഴിച്ചു. ഏതാണ്ട് 10 പേർ അന്ന് ആ വീട്ടിലുണ്ടായിരുന്നു. അവരൊക്കെ രാത്രി ഏതാണ്ട് 10 മണിയോടെ ആയപ്പോഴേക്കും മടങ്ങിപ്പോയി. പിന്നീട് ഈ കുടുംബം മാത്രമായിരുന്നു, ഈ 4 പേർ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. പിന്നീട് ഏതാണ്ട് 1 മണി 1:30 സമയത്ത് ഞങ്ങൾ തണ്ണിമത്തൻ കഴിച്ചിരുന്നു എന്നതാണ് മരണമൊഴിയായി ഇവർ പോലീസിന് നൽകിയിരുന്നത്, ആശുപത്രിയിൽ പറഞ്ഞിരുന്നത്. അബ്ദുൽ ദൊക്കാഡിയ മരിക്കും മുമ്പ് പറഞ്ഞതും ഇത് തന്നെയായിരുന്നു. മറ്റൊന്നും ഞങ്ങൾ കഴിച്ചിരുന്നില്ല. ഈ ആഹാരം കഴിച്ചതിന് ശേഷം രാവിലെ 5 മണിയോടെ അസ്വസ്ഥതകൾ തുടങ്ങി, ഛർദിയും മറ്റും ഉണ്ടായി എന്നതാണ് പറഞ്ഞത്. പിന്നീട് കലശലായ വയറുവേദനയും മറ്റുമൊക്കെ ഉണ്ടായതോടെയാണ് ആശുപത്രിയിലേക്ക് അയൽവാസികൾ ചേർന്ന് ഇവരെ കൊണ്ടുപോയത്. അങ്ങനെ തണ്ണിമത്തനാണ് എന്നുള്ള വിവരം പുറത്തേക്ക് വന്നതോടെ, ഇവർ അവസാനം കഴിച്ചത് തണ്ണിമത്തനാണ് എന്ന വിവരം വന്നതോടെ പ്രദേശത്ത് തണ്ണിമത്തന്റെ വിൽപ്പനയെ പോലും അത് ബാധിക്കുന്ന തരത്തിൽ ആ സംഭവം മാറിയിരുന്നു. അതിലാണ് ഇപ്പോൾ തണ്ണിമത്തൻ അല്ല, മറ്റൊരു വിഷം അവരുടെ ശരീരത്തിലേക്ക് കടന്നു എന്നുള്ള വിവരം പോലീസിന് ഇപ്പോൾ ലഭിക്കുന്നത്. എസ് കെ. ഓക്കെ, താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.